കുടുംബവും ഞങ്ങള് യഹോവയെ സേവിച്ചും മാനിച്ചും ജീവിച്ചിടും. ഞാനും കുടുംബവും ഞങ്ങള് യഹോവയെ സേവിച്ചും മാനിച്ചും ജീവിച്ചിടും. മുട്ടിന്മേൽ നിന്നിടും, മുട്ടിപ്പായി പ്രാർത്ഥിക്കും, മുഖം മറയ്ക്കാതവൻ ഉത്തരം നൽകും. മുട്ടിന്മേൽ നിന്നിടും, മുട്ടിപ്പായി പ്രാർത്ഥിക്കും, മുഖം മറയ്ക്കാതവൻ ഉത്തരം നൽകും. എത്ര നല്ലവൻ അവനെന്നും വിശ്വസ്തൻ, തലമുറയായുള്ള സങ്കേതവും. എത്ര നല്ലവൻ യേശു എന്നും വിശ്വസ്തൻ, തലമുറയായുള്ള സങ്കേതവും. ഞാനും കുടുംബവും ഞങ്ങള് യഹോവയെ സേവിച്ചും മാനിച്ചും ജീവിച്ചിടും. ഹൃദയം നുറുങ്ങിടുമ്പോൾ അവൻ അരികെ അണഞ്ഞിടും. മനസ്സു തകർന്നിടുമ്പോൾ യേശുമാറോടു ചേർത്തണയ്ക്കും. ഹൃദയം നുറുങ്ങിടുമ്പോൾ അവൻ അരികെ അണഞ്ഞിടും. മനസ്സു തകർന്നിടുമ്പോൾ യേശുമാറോടു ചേർത്തണയ്ക്കും. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ മറയ്ക്കും പോലെ ജീവൻ തന്നു വീണ്ടെടുക്കാൻ മനസ്സുള്ളവൻ. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ മറയ്ക്കും പോലെ ജീവൻ തന്നു വീണ്ടെടുക്കാൻ മനസ്സുള്ളവൻ. എത്ര നല്ലവൻ അവനെന്നും വിശ്വസ്തൻ, തലമുറയായുള്ള സങ്കേതവും. എത്ര നല്ലവൻ യേശു എന്നും വിശ്വസ്തൻ, തലമുറയായുള്ള സങ്കേതവും. ഞാനും കുടുംബവും ഞങ്ങള് യഹോവയെ സേവിച്ചും മാനിച്ചും ജീവിച്ചിടും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം, ടു എവറിത്തിങ് ദർ ഈസ് എ സീസൺ. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആമേൻ. സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം 1-ാം തിരുവചനം. ടു എവറിത്തിങ് ദർ ഈസ് എ സീസൺ ആൻഡ് എ ടൈം ടു എവറി പർപ്പസ് അണ്ടർ ദി ഹെവൻ. എല്ലാറ്റിനും ഒരു സമയമുണ്ട്, ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. ആമേൻ. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ഇപ്രകാരം പറഞ്ഞു. ആ വചനഭാഗമാണ് കുറിവാക്യമായിട്ട് പരിശുദ്ധാത്മാവ് ദൈവം നമുക്കിന്ന് തന്നിരിക്കുന്നത്. സത്യവേദ പുസ്തകത്തിൽ ഉടനീളം പരിശോധിച്ചാൽ വെളിവാകുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ തക്ക സമയം. അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തം നിറവേറ്റപ്പെടുവാൻ അബ്രഹാമിന് അനേക വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. ജോസഫിന്റെ സ്വപ്നം പൂണിയുവാൻ നീണ്ട വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. നമ്മുടെ കർത്താവായ യേശു ഭൂമിയിൽ വന്ന് പിറക്കുന്നതിന്
ദൈവത്തിന് തക്ക സമയമുണ്ടായിരുന്നു. വചനം ഇങ്ങനെ പറയുന്നു, ഗലാത്യ ലേഖനം 4 അതിൻ്റെ 4-5 വാക്യങ്ങൾ. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൻ കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. ആമേൻ. ദൈവത്തിന്റെ തക്ക സമയം മനസ്സിലാക്കുന്നതിന് വിശ്വാസം വേണം. സ്വന്തം ബുദ്ധിയിലും കഴിവിലും ആശ്രയിക്കുന്നവർ ദൈവത്തിന്റെ തക്ക സമയത്തിനായി കാത്തിരിക്കാറില്ല. സദൃശവാക്യങ്ങൾ 3:5-6 നമ്മളെ പഠിപ്പിക്കുന്നത്, പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും കർത്താവിനെ നനച്ചുകൊള്ളുക, അവിടുന്ന് നിന്റെ പാതകളെ നേരെയാക്കും. എല്ലാ വഴികളിലും കർത്താവിനെ ധ്യാനിച്ചുകൊള്ളുക. പല വിഷയങ്ങളിലും, പ്രത്യേകിച്ച് ദൈവത്തിന്റെ നീണ്ട മൗനം ചിലപ്പോൾ നമ്മളെ നൊമ്പരപ്പെടുത്താം. എന്നാൽ സകലത്തിലും നന്നായി തക്ക സമയത്ത് ചെയ്തു തരുന്നവരാണ് ദൈവമെന്ന് നാം മറന്നു പോകരുത്. ദാവീദ് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്. 31-ാം സങ്കീർത്തനം 14-15 വാക്യങ്ങൾ. എങ്കിലും കർത്താവേ, ഞാൻ നിന്നിൽ ആശ്രയിച്ചു, നീ എന്റെ ദൈവമെന്ന് ഞാൻ പറഞ്ഞു. എന്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു. എന്റെ ശത്രുക്കളുടെയും എന്നെ പീഡിപ്പിക്കുന്നവരുടെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു വലിയ പദ്ധതിയുണ്ട്. അത് നമ്മുടെ നാശത്തിന് വേണ്ടിയുള്ള പദ്ധതിയല്ല, നന്മയ്ക്കായുള്ള പദ്ധതിയാണ്. യെശയ്യാ പ്രവാചക പുസ്തകം 55:8-9 വാക്യത്തിൽ ദൈവാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളും അല്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. സഹോദരങ്ങളെ, നാം കാണുന്ന വഴികളല്ല ദൈവത്തിന്റെ വഴികൾ. നാം കാണുന്ന വഴികളിൽ കൂടി പോയാൽ നന്മ വരണമെന്നില്ല. എന്നാൽ ദൈവത്തിന്റെ തക്ക സമയത്തിനായി കാത്തിരുന്നാൽ വലിയ മഹത്വമാണ് നാം ദർശിക്കാൻ പോകുന്നത്. ലാസർ ഗുരുതരാവസ്ഥയിലാണ് എന്ന വിവരം കർത്താവ് അറിഞ്ഞു. എന്നാൽ യേശു അങ്ങോട്ട് പോയില്ല. ലാസർ മരിച്ച 4 ദിവസം കഴിഞ്ഞ് യേശു അവിടെ ചെന്നു. മറിയ യേശുവിന്റെ കാൽക്കൽ വീണ് പറഞ്ഞത് യോഹന്നാൻ 11:32 വാക്യം, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു. നമുക്ക് വന്ന് ഭവിക്കുന്ന ഭയങ്കരമായ സാഹചര്യങ്ങളിൽ സകലതും അവസാനിച്ചു എന്ന് നമുക്ക് തോന്നാം. വിവാഹം, കുടുംബം, മക്കൾ, വിദ്യാഭ്യാസം, ജോലി, ഇങ്ങനെ പലതിനെ കുറിച്ചും നാം ഭാരപ്പെട്ട് നാം ചഞ്ചലചിത്തരാകാം. എന്നാൽ നമ്മുടെ ദൈവം സകലതും അതിന്റെ തക്ക സമയത്ത് നാം ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അധികമായി ചെയ്തു തരുന്നവനാണ്. എന്നോട് ചേർന്ന് ആമേൻ പറയാം. ആമേൻ. ദൈവം പലപ്പോഴും മൗനമായി ഇരിക്കുന്നത് ദൈവത്തിന്റെ തക്ക സമയം കാണുവാനാണ്. ദൈവനാമം നമ്മളിലൂടെ മഹത്വപ്പെടുവാൻ വേണ്ടിയാണ്. ലാസറിന്റെ കല്ലറയ്ക്ക് നീങ്ങിയ യേശുവിനോട് മാർത്ത പറഞ്ഞു, കർത്താവേ, നാറ്റം വെച്ച് തുടങ്ങി 4 ദിവസമായല്ലോ. യോഹന്നാൻ 11:39 വാക്യമാണ്. അവളുടെ പ്രതീക്ഷകൾ അവസാനിച്ചു. എന്നാൽ യേശു അവളോട് പറഞ്ഞത് എന്താണ്? യോഹന്നാൻ 11:40, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, ഒന്നും അവസാനിച്ചിട്ടില്ല. നെഞ്ചത്ത് കൈവച്ചെന്ന് പറഞ്ഞേ, ഒന്നും അവസാനിച്ചിട്ടില്ല. രോഗം നമ്മെ അവസാനിപ്പിക്കാനല്ല, ജീവിതത്തിലെ പരാജയങ്ങൾ നമ്മെ വീഴ്ത്തുവാനുള്ളതുമല്ല, ജീവിതത്തിലെ പ്രതിസന്ധികൾ നമ്മെ ഒരിക്കലും തളർത്തുകയില്ല. എന്നാൽ നീ വിശ്വസിച്ച് ദൈവനാമം മഹത്വപ്പെടുവാൻ വേണ്ടിയാണെന്നുള്ളത് മറന്നുപോകരുത്. വന്നു ഭവിക്കുന്നതെല്ലാം നമ്മുടെ മഹത്വത്തിനായി വന്നു ചേരും എന്ന് തിരുവചനം പറയുന്നു. അതിനാൽ ഏത് പ്രതിസന്ധികളിലും ദൈവമുഖം അന്വേഷിക്കണം, അവനിൽ വിശ്വസിക്കണം, കർത്താവിൽ ആശ്രയിച്ച് കാത്തിരിക്കണം. 1 പത്രോസ് 5:6 പരിശുദ്ധാത്മാവ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നതാ. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. സ്നേഹവാനായ പിതാവേ, അവിടുത്തെ പുത്രൻ വഴി ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നതിനായി സ്തോത്രം. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ വിശുദ്ധ മക്കളെയും
കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് എപ്പോഴും അവിടുത്തെ സമയത്തിന് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം ചന്തോചിതമായി തീർക്കുന്നതിനായി നന്ദി പറയുന്നു. അപ്പാ, ഞങ്ങൾ നിന്നതല്ല, അവിടെ ഞങ്ങൾ നിർത്തിയതാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഒന്നൊന്നും നേടിയതല്ല, എല്ലാം അവിടുത്തെ ദാനമാണ്. കുടുംബമായി ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അന്യോന്യം അനുഗ്രഹമായി ഞങ്ങളുടെ അനേകർ അനുഗ്രഹം പ്രാപിക്കുവാൻ അവിടെ ഞങ്ങളെ അവിടുത്തെ ഉള്ളം കയ്യിലെടുത്ത് ഉപയോഗിക്കുന്നതിനായി, ശുശ്രൂഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി നന്ദി പറയുന്നു. വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള അവിടുത്തെ തിരുവചന പ്രകാരം ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കുടുംബത്തിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പതറിപ്പോകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ സാധിക്കാതെ കണ്ട് ഹൃദയത്തിൽ നുറുക്കമുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരം മക്കളുടെ മേൽ വയ്ക്കണമേ കർത്താവേ. അവിടുത്തെ ധൈര്യം അവരുടെ മേൽ പകരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കൾ കാലഘട്ടത്തിൻ്റെതായ ദുഷ്ടൻ്റെ കെണിയിൽ അകപ്പെട്ടു പോകാതെ മക്കളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കുവാനുള്ള സ്വർഗീയ ശക്തി അഭിഷേകം മക്കളുടെ മേൽ പകരുന്നതിനായി സ്തോത്രം. പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന മക്കളുണ്ട് കർത്താവേ, അവിടുന്ന് അവരുടെ ബുദ്ധിമണ്ഡലത്തെ അനുഗ്രഹിക്കണമേ. മക്കൾ പഠിക്കുന്നത് ഗ്രഹിച്ച് നന്നായി പരീക്ഷകൾ അറ്റൻഡ് ചെയ്യാൻ മക്കളെ സഹായിക്കണം. മറ്റ് രാജ്യങ്ങളിൽ ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള ഞങ്ങളുടെ മക്കളെ, സഹോദരി സഹോദരന്മാരെ, ബന്ധുമിത്രാദികളെ, കൂട്ടുവിശ്വാസികളെ എല്ലാവരെയും ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ മക്കളെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ഇന്നതെന്നറിഞ്ഞ് തക്ക സമയത്ത് മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന അപ്പാ, തുടർന്ന് അപ്രകാരം അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. ഈ സമയത്ത് കർത്താവേ, യാത്ര ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരമാർഗത്തിലൂടെ, വായുമാർഗത്തിലൂടെ, അതുപോലെ തന്നെ കർത്താവേ, ജീവിതത്തിൻ്റെ പല തുറകളിൽ എന്ന് യാത്രയ്ക്ക് പുറപ്പെടുന്നവരുണ്ടല്ലോ, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊരു വിഷയം പറയുന്നതിന് മുമ്പ് തന്നെ ഇന്നതെന്നറിഞ്ഞ് അനുഗ്രഹിക്കുന്ന ദൈവമേ, ഇത്രത്തോളം ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ മാതൃരാജ്യം വേണ്ടി അനുഗ്രഹിക്കണമേ. മറ്റുള്ള എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജർമ്മനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓസ്ട്രേലിയക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റഷ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉക്രൈനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രകൃതിക്ഷോഭത്തിൽ ഭാരപ്പെടുന്ന ഒത്തിരി മക്കൾ ലോകത്തിൻ്റെ നാനാഭാഗത്തുകൊണ്ട് അവരെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്ത് സുവിശേഷ വേലയുമായി നിൽക്കുന്ന അനേക വിശുദ്ധരുണ്ടല്ലോ കർത്താവേ, അവിടുത്തെ കരം മക്കളുടെ മേൽ വയ്ക്കണമേ. എല്ലാം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അവിടുന്ന് ശുശ്രൂഷ ചെയ്യുവാൻ ഓരോ മക്കളെയും സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നു. ഞങ്ങളെ എല്ലാ ശുശ്രൂഷകളെയും പ്രവൃത്തികളെയും അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. അവിടുത്തെ ശക്തിയും ബലവും ഇരട്ടിപ്പങ്ക് അഭിഷേകവും നൽകി ശക്തീകരിച്ച് ബലപ്പെടുത്തി മുന്നോട്ട് നയിക്കുന്നതിനായി സ്തോത്രം. അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരം മക്കളുടെ മേൽ വെച്ചിരിക്കുക നന്ദി പറയുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക നന്ദിയപ്പാ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം തൻ കരങ്ങൾ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം തൻ കാതുകൾ മന്ദമായില്ല. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം തൻ കരങ്ങൾ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം തൻ കാതുകൾ മന്ദമായില്ല. ബാലസിംഹങ്ങൾ പോലും ഇര കിട്ടാതിരുന്നാലും ദൈവമക്കൾക്കു നന്മ മുടക്കാത്തവൻ. ബാലസിംഹങ്ങൾ പോലും ഇര കിട്ടാതിരുന്നാലും ദൈവമക്കൾക്കു നന്മ മുടക്കാത്തവൻ. എത്ര നല്ലവൻ അവൻ എന്നും വിശ്വസ്തൻ, തലമുറയായുള്ള സങ്കേതവും. എത്ര നല്ലവൻ യേശു എന്നും വിശ്വസ്തൻ, തലമുറയായുള്ള സങ്കേതവും. ഞാനും കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിച്ചും മാനിച്ചും ജീവിച്ചിടും.